വാർത്തയിലേക്കാണ്. ആദ്യം ഞാൻ പോകുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. നിങ്ങൾക്കറിയാം, റിയാദ് ജയിലിൽ നമ്മുടെ ഫറൂഖിലെ അബ്ദുൾ റഹീം വധശിക്ഷ കാത്ത് കഴിയുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു മോചനദ്രവ്യം 34 കോടി രൂപയാണ് നമ്മൾ പിരിച്ചെടുത്തത്. ആ 34 കോടി രൂപ വിദേശ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിക്ക് കൈമാറി എന്ന സന്തോഷകരമായ വാർത്ത വരുന്നു. ഈ വാർത്തയിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ അബ്ദുൾ റഹീമിൻ്റെ മോചനം കുറച്ചുകൂടി എളുപ്പമാകുന്നു, കുറച്ചുകൂടി യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും അബ്ദുൾ റഹീം നിയമസഹായ സമിതിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് പണം കൈമാറിയത്. ഈ പണം ശരിക്കും അവിടെ 34 കോടി രൂപ ഇന്ത്യൻ എംബസിക്ക് കൈമാറി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുകയാണ്. ജലീൽ, ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ മോചനത്തിനുള്ള സാധ്യതകൾ കുറച്ചുകൂടി തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഉമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ഫറൂഖൽ ഈ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ആ ഉമ്മയ്ക്ക് മുന്നിലേക്ക് ഇദ്ദേഹത്തിനെ കൊണ്ട് എത്തിക്കുമെന്ന് നമ്മളന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് കൂടുതൽ ആ ദിവസം അടുത്തു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കരിപ്പൂരിൽ വിമാനത്താവളത്തിൽ ഇദ്ദേഹം വിമാനം ഇറങ്ങുന്ന ദിവസം എത്ര അകലെയാണിപ്പോൾ? SKN അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വളരെ ഏറെ പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. റഹീമിന്റെ മോചനത്തിനായി മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം മോചനദ്രവ്യമായ 15 മില്യൺ സൗദി റിയാൽ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയതായി റിയാദിലെ നിയമ സഹായ സമിതിയാണ് അല്പം മുമ്പ് അറിയിച്ചത്. ഈ തുക മുഴുവനും നാട്ടിൽ മലയാളികളാണ് സ്വരൂപിച്ചത്. മലയാളികളുടെ ഒത്തൊരുമയുടെ മികച്ച ഉദാഹരണം കൂടിയായിരുന്നു ഈ ഒരു ഫണ്ട് സമാഹരണം. പെട്ടെന്ന് തന്നെ 34 കോടി ഈ രൂപ സമാഹരിച്ചെങ്കിലും അത് സൗദി കുടുംബത്തിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് ആ തുക മുഴുവനും സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറിയിരിക്കുകയാണ്. എംബസിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം അയച്ചത് എന്ന് സമിതി അറിയിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യൻ എംബസി ഈ തുകക്കുള്ള കോടതിയുടെ പേരിലുള്ള ഒരു സർട്ടിഫൈഡ് ചെക്ക് തയ്യാറാക്കും. ഇത് റിയാദിലെ ഇന്ത്യൻ എംബസി റിയാദിലുള്ള ഗവർണറേറ്റിന് കൈമാറും. ചെക്ക് ലഭിച്ച ഉടൻ തന്നെ ഈ ഗവർണറേറ്റ് വെച്ച് അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. അതായത് കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബവും അതോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ, അതോടൊപ്പം തന്നെ അബ്ദുറഹീമിന്റെ വക്കീലും അഭിഭാഷകനും കൂടി ഇവിടെ ഈ ഗവർണറേറ്റിൽ വെച്ച് ഒരു അനുരഞ്ജന കരാറിൽ ഒപ്പുവെക്കും. ഈ ഒപ്പുവെക്കുന്ന കരാറും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും ഗവർണറേറ്റിൽ നിന്ന് കോടതിക്ക് കൈമാറും. കോടതി ഈ രേഖകളൊക്കെ പരിശോധിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കുള്ള നിർദ്ദേശം നൽകും. അതായത് താമസിയാതെ ഈ പണം കുടുംബത്തിന് കൈമാറും, വധശിക്ഷ കോടതി റദ്ദാക്കും. അതിനുശേഷം താമസിയാതെ അബ്ദുറഹീമിന്റെ നാം ഒക്കെ പ്രതീക്ഷിച്ച പോലെ മോചനം സാധ്യമാകുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷ. ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ ഈ മോചനം സാധ്യമാവും എന്നുള്ള പ്രതീക്ഷയാണ് പലരും പങ്കുവെക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ജലീൽ കണ്ണമംഗലം. ജിദ്ദയിൽ നിന്നാണ് ജലീൽ നമുക്കൊപ്പം ചേർന്ന്. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ജലീൽ പങ്കുവച്ചത്. റിയാദിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയായിരുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം കുറച്ചുകൂടി സാധ്യമാകുന്നു. ഫറൂഖിലെ വീട്ടിലേക്ക് എത്താനുള്ള ദിവസങ്ങളിൽ അടുത്ത് വരുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും ആ ഫറൂഖിലെ ഉമ്മയ്ക്ക് സന്തോഷമാകുന്ന ഒരു കാര്യമാണ് ജലീൽ പറഞ്ഞത്. ഈ 34 കോടി രൂപ കൈമാറ്റമായത് തന്നെ ഏറ്റവും നല്ല സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്.